അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ഫിഖ്ഹുൽ ഇസ്ലാമിലെ ഒന്നാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തുൽ ഊല, ഒന്നാമത്തെ പാഠം. സബോം വ ഇഷറൂന ദറജ. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഈ പാഠത്തിന്റെ ആദ്യ ഭാഗത്തില് ഇബ്നു ഉമ്മി മക്തും റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നടത്തുന്ന ഒരു സംഭാഷണമാണ് നമ്മൾ നോക്കുന്നത്. നബിയെ, മദീനയിൽ ധാരാളം ഇഴജന്തുക്കളും വന്യമൃഗങ്ങളുമുണ്ട്. എനിക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ ഇളവ് അനുവദിക്കുമോ? അന്ധനായ ഇബ്നു ഉമ്മി മക്തും റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അദാൻ കേൾക്കാറുണ്ടെങ്കിൽ നിസ്കാരത്തിലേക്ക് വരേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദാൻ കേട്ടിട്ടും മതിയായ കാരണമില്ലാതെ ജമാഅത്തിന് വരുന്നില്ലെങ്കിൽ അവന് നിസ്കാരമില്ല. പുരുഷന്മാർ 5 നേരവും മസ്ജിദിൽ വെച്ച് ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അത് ഫർള് കിഫായയാണ്. ഒരു മഹല്ലിൽ ഫർള് നിസ്കാരങ്ങളുടെ ജമാഅത്ത് നടക്കാതിരുന്നാൽ അവിടെയുള്ള എല്ലാ മുക്കല്ലഫായ പുരുഷന്മാരും കുറ്റക്കാരാകും. ജമാഅത്ത് നിസ്കാരത്തിന് 27 ദറജ പ്രതിഫലമുണ്ട്. അംഗസംഖ്യ കൂടുതലുള്ള ജമാഅത്താണ് ഏറെ പുണ്യകരം. സ്ത്രീകൾക്ക് നിസ്കാരത്തിന് വീടാണ് ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന. ജമാഅത്ത് സ്വഹീഹാകാൻ ചില ഷർത്തുകളുണ്ട്. ഇനി താഴെ ആ ഷർത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്. 1. ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു എന്നോ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നോ മഅ്മൂം നിയ്യത്ത് ചെയ്യുക. ഇമാം ജമാഅത്തിന് നിയ്യത്ത് ചെയ്യൽ സുന്നത്താണ്. എന്നാൽ ജുമുഅയിൽ ഇമാമിന് അത് നിർബന്ധമാണ്. 2. ഇമാമിന്റെ ചലനങ്ങൾ മഅ്മൂം അറിയുക. ഇമാമിനെയോ മുന്നിലെ സഫുകളെയോ കണ്ടും ഇമാമിന്റെ ശബ്ദം കേട്ടും ചലനങ്ങൾ അറിയാവുന്നതാണ്. 3. മഅ്മൂമിന്റെ മടമ്പ് ഇമാമിന്റെ മടമ്പിനേക്കാൾ മുന്താതിരിക്കുക. 4. ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കുക. മസ്ജിദിലാണെങ്കിൽ മഅ്മൂമിന് ഇമാമിലേക്ക് സാധാരണ നിലയിൽ എത്തിച്ചേരാൻ കഴിയണം. മസ്ജിദിലല്ലെങ്കിൽ സാധാരണ നിലയിൽ കിബിലയെ പിന്നിലാക്കാത്ത വിധം എത്തിച്ചേരാൻ കഴിയണം. 5. എതിരാകൽ അഭംഗിയാകുന്ന സുന്നത്തുകളിൽ യോജിക്കുക. തിലാവത്തിന്റെ സുജൂദ്, സഹവിന്റെ സുജൂദ് എന്നിവ ഇമാം ചെയ്താൽ കൂടെ ചെയ്യണം. 1-ാം അത്തഹിയാത്ത് ഇമാം ഒഴിവാക്കിയാൽ മഅ്മൂമും ഒഴിവാക്കണം. എന്നാൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം പോലുള്ള അഭംഗിയാകാത്ത സുന്നത്തുകളിൽ യോജിക്കണമെന്നില്ല. 6. രണ്ടുപേരുടെയും നിസ്കാരത്തിന്റെ ഘടന ഒരുപോലെയാവുക. ജനാസ നിസ്കാരമോ ഗ്രഹണ നിസ്കാരമോ നിർവഹിക്കുന്നവനെ തുടർന്ന് ളുഹർ നിസ്കരിക്കുന്നത് സാധുവാകില്ല. 7. ശർഈയായ കാരണമില്ലാതെ തുടരെയുള്ള കർമ്മപരമായ 2 ഫർളുകളേക്കാൾ മഅ്മൂം ഇമാമിന്റെ പിന്നിലാവാതിരിക്കുക. 8. കാരണത്തോടു കൂടെ കർമ്മപരമായ 3 ദീർഘ ഫർളുകളേക്കാൾ മഅ്മൂം ഇമാമിന്റെ പിന്നിലാവാതിരിക്കുക. 9. തുടരെയുള്ള കർമ്മപരമായ 2 ഫർളുകൾ കൊണ്ട് മുന്നിലാവാതിരിക്കുക. 10. മഅ്മൂമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിനേക്കാൾ പിന്നിലാവുക. ഇമാമിന് മുന്നേ ഒരു ഫർള് ചെയ്യൽ ഹറാമാണ്. മനഃപൂർവ്വം അപ്രകാരം ചെയ്താൽ തിരിച്ചുവരൽ സുന്നത്താണ്. അശ്രദ്ധമായി ചെയ്താൽ തിരിച്ചു വരികയോ അവിടെ തുടരുകയോ ചെയ്യാം. ഇമാം അധിക റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നാൽ ഇമാമിനോടൊപ്പം നിൽക്കാൻ പാടില്ല. അത്തഹിയാത്തിൽ പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്. 4 റക്അത്തുള്ള നിസ്കാരത്തിലെ 3-ാം റക്അത്തിൽ ഇമാം ഇരുന്നാൽ കൂടെ ഇരിക്കാൻ പാടില്ല. എഴുന്നേറ്റ് നിന്ന് പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം നിസ്കാരം ബാത്തിലാകുന്നതാണ്. അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. നിങ്ങൾ പാഠം നന്നായി വായിക്കുക. ജമാഅത്തിന്റെ ഷർത്തുകളൊക്കെ നന്നായി പഠിക്കുക. അതിലുള്ള ഹുക്കുമുകളൊക്കെ നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് അതിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1-ാമത്തെ പ്രവർത്തനം നഖ്താറുൽ മുനാസിബ്. ശരിയായതിൽ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കാനുള്ളതാണ്. ഇവിടെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷന്റെ നേരെയുള്ള ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 1. നിസ്കാരത്തിൽ ഇമാമും മഅ്മൂമും എതിരാകൽ അഭംഗിയാകുന്ന സുന്നത്ത്. ഓപ്ഷൻസ് നോക്കൂ.
തിലാവത്തിന്റെ സുജൂദ്, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, സുജൂദിലെ ദിക്ർ. ശരി ഉത്തരം തിലാവത്തിന്റെ സുജൂദ്. 2. ഇത് നിർവഹിക്കുന്നവന്റെ പിറകിൽ ളുഹർ നിസ്കരിച്ചാൽ സാധുവാകില്ല. ഓപ്ഷൻസ് നോക്കൂ. ജനാസ നിസ്കാരം, അസ്ർ നിസ്കാരം, ഇഷാ നിസ്കാരം. ശരി ഉത്തരം ജനാസ നിസ്കാരം. 3. ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിന് മുമ്പ് മഅ്മൂം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ. ഓപ്ഷൻസ് നോക്കൂ. നിസ്കാരം സ്വഹീഹാകും, സ്വഹീഹാകില്ല, കുഴപ്പമില്ല. ശരി ഉത്തരം രണ്ടാമത്തെ ഓപ്ഷൻ, സ്വഹീഹാകില്ല. ഇനി നോക്കൂ തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം. നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളതാണ്. നോക്കൂ. 1. ജുമുഅയിൽ ഇമാം ജമാഅത്തിനെ നിയ്യത്ത് ചെയ്യുന്നതിന്റെ വിധി എന്ത്? ഉത്തരം നിർബന്ധം. 2. ജുമുഅയല്ലാത്ത നിസ്കാരങ്ങളിൽ ഇമാം ജമാഅത്തിനെ നിയ്യത്ത് ചെയ്യുന്നതിന്റെ വിധി എന്ത്? ഉത്തരം സുന്നത്ത്. 3. ജമാഅത്ത് നിസ്കാരത്തിന് എത്ര ദറജ പ്രതിഫലമുണ്ട്? ഉത്തരം 27 ദറജ. 4. 5 വക്ത് നിസ്കാരം പുരുഷന്മാർ ജമാഅത്തായി നിർവഹിക്കുന്നതിന്റെ വിധി. ഉത്തരം ഫർള് കിഫായ. 5. സ്ത്രീകൾക്ക് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമമായ സ്ഥലമേത്? ഉത്തരം വീട്. 6. ഇമാമിന് മുന്നേ മഅ്മൂം ഒരു ഫർള് ചെയ്യുന്നതിന്റെ വിധി എന്ത്? ഉത്തരം ഹറാം. ഇനി നോക്കൂ തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം. നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവന് നിസ്കാരമില്ല. ആർക്ക്? ഉത്തരം അദാൻ കേട്ടിട്ടും മതിയായ കാരണമില്ലാതെ ജമാഅത്തിന് വരുന്നില്ലെങ്കിൽ അവന് നിസ്കാരമില്ല. രണ്ടാമത്തെ ചോദ്യം. മുക്കല്ലഫായ എല്ലാ പുരുഷന്മാരും കുറ്റക്കാരാകും. എപ്പോൾ? ഉത്തരം ഒരു മഹല്ലിൽ ഫർള് നിസ്കാരങ്ങളുടെ ജമാഅത്ത് നടക്കാതിരുന്നാൽ. മൂന്നാമത്തെ ചോദ്യം. ഇമാമിന്റെ ചലനങ്ങൾ മഅ്മൂമുകൾ എങ്ങനെ അറിയും? ഉത്തരം ഇമാമിനെയോ മുന്നിലെ സഫുകളെയോ കണ്ടും ഇമാമിന്റെ ശബ്ദം കേട്ടും ഇമാമിന്റെ ചലനങ്ങൾ അറിയാവുന്നതാണ്. നാലാമത്തെ ചോദ്യം. എതിരാവൽ അഭംഗിയാവാത്ത സുന്നത്തുകൾക്ക് 3 ഉദാഹരണം എഴുതുക. അതിന്റെ ഉത്തരം നോക്കൂ. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, ദുആഉൽ ഇഫ്തിതാഹ്, അഊദു ഓതൽ. അഞ്ചാമത്തെ ചോദ്യം. ഇമാമിന് മുന്നേ മനഃപൂർവം മഅ്മൂം ഒരു ഫർള് ചെയ്താൽ മഅ്മൂമിന് സുന്നത്താണ്. എന്ത്? ഉത്തരം മനഃപൂർവം അപ്രകാരം ചെയ്താൽ മഅ്മൂം തിരിച്ചുവരൽ സുന്നത്താണ്. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം. യക്തുബ് ഫിക്ര, പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ സംഭാഷണം. അതിന്റെ ഉത്തരം നോക്കൂ. ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു: നബിയെ, മദീനയിൽ ധാരാളം ഇഴജന്തുക്കളും വന്യമൃഗങ്ങളുമുണ്ട്. എനിക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ ഇളവ് അനുവദിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ: നിങ്ങൾ അദാൻ കേൾക്കാറുണ്ടെങ്കിൽ നിസ്കാരത്തിലേക്ക് വരേണ്ടതുണ്ട്. തദ്രീബാത്തിലെ അഞ്ചാമത്തെ പ്രവർത്തനം. തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. ജമാഅത്ത് സ്വഹീഹാവാനുള്ള ഷർത്തുകൾ ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. നോക്കൂ. ജമാഅത്ത് സ്വഹീഹാകാനുള്ള ഷർത്തുകൾ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് 1. ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു എന്നോ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നോ മഅ്മൂം നിയ്യത്ത് ചെയ്യുക. 2. ഇമാമിന്റെ ചലനങ്ങൾ മഅ്മൂം അറിയുക. 3. മഅ്മൂമിന്റെ മടമ്പ് ഇമാമിന്റെ മടമ്പിനേക്കാൾ മുന്താതിരിക്കുക. 4. ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കുക. 5. എതിരാകൽ അഭംഗിയാകുന്ന സുന്നത്തുകളിൽ യോജിക്കുക. 6. രണ്ടുപേരുടെയും നിസ്കാരത്തിന്റെ ഘടന ഒരുപോലെയാവുക. 7. ശർഈയായ കാരണമില്ലാതെ തുടരെയുള്ള കർമ്മപരമായ 2 ഫർളുകളേക്കാൾ മഅ്മൂം ഇമാമിന്റെ പിന്നിലാവാതിരിക്കുക. 8. കാരണത്തോടു കൂടെ കർമ്മപരമായ 3 ദീർഘ ഫർളുകളേക്കാൾ മഅ്മൂം ഇമാമിന്റെ പിന്നിലാവാതിരിക്കുക. 9. തുടരെയുള്ള കർമ്മപരമായ 2 ഫർളുകൾ കൊണ്ട് മുന്നിലാവാതിരിക്കുക. 10. മഅ്മൂമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിനേക്കാൾ പിന്നിലാവുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് ചാർട്ടിൽ നല്ല കോഡുകളൊക്കെ ഇട്ടിട്ട് എഴുതുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. തഹ്സീസ്, അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. കുട്ടികളെ 2 ഗ്രൂപ്പാക്കി പാഠഭാഗത്ത് നിന്ന് പരസ്പരം ചോദ്യോത്തരങ്ങൾ നടത്തുക. അപ്പോൾ നിങ്ങളിത് ക്ലാസ്സിൽ ചെയ്യേണ്ട വർക്കാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എന്നീ 2 ഗ്രൂപ്പുകളായി തിരിയുക.
എ ഗ്രൂപ്പ് ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം എന്താണ്? അപ്പോൾ അതിന് ബി ഗ്രൂപ്പ് ഉത്തരം പറയാ 27 ദറജ. 2. എ ഗ്രൂപ്പ് പുരുഷന്മാർ 5 നേരവും ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ വിധി എന്ത്? ബി ഗ്രൂപ്പ് ഫർള് കിഫായ. തിരിച്ച് ബി ഗ്രൂപ്പ് ഒരു ചോദ്യം ചോദിക്കുക. ഏറെ പുണ്യകരമായ ജമാഅത്ത് ഏത്? അതിന് എ ഗ്രൂപ്പ് അംഗസംഖ്യ കൂടുതലുള്ള ജമാഅത്ത്. അടുത്തത് എ ഗ്രൂപ്പ് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം ഏത്? ബി ഗ്രൂപ്പ് ഉത്തരം വീട്. ബി ഗ്രൂപ്പ് തന്നെ തിരിച്ച് നമുക്കൊരു ചോദ്യം ചോദിക്കാം. എതിരാകൽ അഭംഗിയാകുന്ന സുന്നത്തിന് ഒരു ഉദാഹരണം. എ ഗ്രൂപ്പ് ഉത്തരം പറയാ തിലാവത്തിന്റെ സുജൂദ്. അടുത്തത് എ ഗ്രൂപ്പ് ചോദ്യം ചോദിക്കുക. ഇമാം സഹവിന്റെ സുജൂദ് ചെയ്താൽ മഅ്മൂം കൂടെ ചെയ്യേണ്ടതുണ്ടോ? അതിന് ബി ഗ്രൂപ്പ് ഉത്തരം പറയാം. എതിരാവൽ അഭംഗിയാവുന്ന സുന്നത്തിൽ പെട്ടതാണ് സഹവിന്റെ സുജൂദ്. അതിനാൽ മഅ്മൂം കൂടെ ചെയ്യണം. അടുത്തത് ബി ഗ്രൂപ്പ് എ ഗ്രൂപ്പിനോട് ചോദിക്കുന്ന ചോദ്യം. ഗ്രഹണ നിസ്കാരം നിർവഹിക്കുന്നതിനെ തുടർന്ന് ളുഹർ നിസ്കരിച്ചാൽ നിസ്കാരം സാധുവാകുമോ? എ ഗ്രൂപ്പ് സാധുവാകില്ല. അടുത്ത ബി ഗ്രൂപ്പ് മഅ്മൂം ഇമാമിന് മുന്നേ ഒരു ഫർള് ചെയ്യുന്നതിന്റെ വിധി. അതിന് എ ഗ്രൂപ്പ് ഉത്തരം പറയണം ഹറാം. ബി ഗ്രൂപ്പ് മനഃപൂർവ്വം മഅ്മൂം ഇമാമിന് മുന്നേ ഒരു ഫർള് ചെയ്താൽ മഅ്മൂമിന് സുന്നത്താണ് എന്ത്? എ ഗ്രൂപ്പ് ഉത്തരം പറയാ തിരിച്ചുവരൽ. അടുത്തത് ബി ഗ്രൂപ്പ് ഇമാം അധിക റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നാൽ മഅ്മൂം എന്താണ് ചെയ്യേണ്ടത്? എ ഗ്രൂപ്പ് ഉത്തരം പറയണം മഅ്മൂം ഇമാമിനോടൊപ്പം നിൽക്കാൻ പാടില്ല, അത്തഹിയാത്തിൽ പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്. അടുത്തത് എ ഗ്രൂപ്പ് 4 റക്അത്തുള്ള നിസ്കാരത്തിൽ 3-ാം റക്അത്തിൽ ഇമാം ഇരുന്നാൽ മഅ്മൂം എന്താണ് ചെയ്യേണ്ടത്? അതിനുത്തരം ബി ഗ്രൂപ്പ് മഅ്മൂം ഇമാമിനോടൊപ്പം ഇരിക്കാൻ പാടില്ല, എഴുന്നേറ്റ് നിന്ന് പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വേറെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇതൊരു മോഡലിന് വേണ്ടിയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് തന്നെ നിങ്ങൾ ചോദിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് പാഠത്തിൽ നിന്ന് വേറെ ചോദ്യങ്ങളും കണ്ടുപിടിച്ചിട്ട് ചോദിക്കാവുന്നതാണ്. ഇതോട് കൂടിയിട്ട് ഈ പാഠത്തിലെ തദ്രീബാത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.